ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഡേ 1 അറ്റ് മുംബൈ ആണ്. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ജസ്റ്റ് ഷോപ്പിംഗ്, അതേപോലെ ഒരു ഫിലിം നമ്മുടെ എമ്പുരാൻ റിലീസാണ്. സോ അപ്പോൾ അത് കാണാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻസ്. ആസിഡ്നോ ഇത്രയേ ഉള്ളൂ പ്ലാനുകൾ. ഞാൻ റെഡി ആവട്ടെ. ഇന്നലെ രാത്രി കാര്യമായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. നന്ദി ലേറ്റ് ആയി നമ്മൾ കിടക്കാൻ. അത് കഴിഞ്ഞ് മോളുടെ വക ഒരു ഛർദി പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് രാവിലെ ഞാൻ മാത്രം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ബാക്കി എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അല്ല, ഞാനും നിവേദിച്ചും കഴിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾ എല്ലാവരും കഴിച്ചിട്ടില്ല. ബാക്കി എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി കഴിഞ്ഞു. ചേച്ചി ഉച്ചക്കലേക്കുള്ളത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. മിക്കവാറും അത് രാത്രി എടുക്കുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻസ്. ഞാൻ റെഡി ആവട്ടെ. അങ്ങനെ ഞാൻ അതാ റെഡിയായി. ഇനി നമ്മൾ പോകാൻ പോകുന്നത് സിനിമയ്ക്കാണ്. ഇവിടുത്തെ ഒരു ഐനോക്സിൽ നമ്മുടെ എമ്പുരാൻ റിലീസിൻ്റെ അന്ന് ഫസ്റ്റ് ഡേ ഷോ കാണാൻ വേണ്ടി പോകാം കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അനിയനെ ഉച്ചയ്ക്ക് പിക്ക് ചെയ്യുക എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ ഫിലിമിന് ബുക്ക് ചെയ്തത്. പിന്നെയാണ് അറിഞ്ഞാൽ ഫുൾ ഡേ ഉണ്ടെന്ന്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്നൊരു ഓട്ടോ വിളിച്ച് നമ്മൾ ഇവിടെ നിന്ന് പോവുക. ആൻഡ് അതിനുശേഷം ഇവിടുത്തെ ലോക്കൽ ട്രെയിൻ, നമ്മൾ ആദ്യം വിചാരിച്ച മെട്രോ എന്ന് കേട്ടോ. മെട്രോ അല്ല, ലോക്കൽ ട്രെയിൻ. ഇതാണ് ഇവിടുത്തെ ലോക്കൽ ട്രെയിൻ സ്റ്റേഷൻ. ഇവിടുത്തെ ട്രെയിനിൽ നമ്മൾ കയറും. ഇവിടുത്തെ ലോക്കൽ ട്രെയിനൊക്കെ അടിപൊളിയായിട്ടോ. നല്ല സ്മൂത്താണ്. നമുക്ക് ഒട്ടും ക്ഷീണം തോന്നില്ല. ഞങ്ങൾക്ക് 1 hour ജേണി ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ക്യൂ അനുസരിച്ചൊക്കെ വേണം കേട്ടോ അവിടെ സീറ്റിംഗ് കിട്ടാനൊക്കെ. ചില സമയത്ത് സീറ്റ് ഉണ്ടാവും, ചില സമയത്ത് സീറ്റ് ഉണ്ടാവില്ല. ആൻഡ് ഇത് ഇറങ്ങിയതുണ്ടല്ലോ ഒരു കിഡിലൻ പാലസിലാണ് കേട്ടോ. അവിടെയാണ് നമ്മൾ ഇറങ്ങണേ. ഒരു റെയിൽവേ സ്റ്റേഷനൊന്നും തോന്നേയില്ല കേട്ടോ. എന്തൊരു ബ്യൂട്ടിഫുൾ ഇൻറ്റീരിയർ ആണെന്നറിയോ. ആ ഒരു സ്ട്രക്ചറും ആ ഒരു കൊട്ടാരത്തിൻ്റെ വൈബും നിങ്ങൾക്ക് തന്നെ ഇത് കാണുമ്പോൾ മനസ്സിലാവും എത്ര സൂപ്പറാണ്. നമ്മൾ ക്യാമറയിൽ കാണുന്നതിനേക്കാളും സൂപ്പറാണ് അവിടെ നേരിട്ട് കാണാൻ. ബുക്കിംഗ് സ്റ്റേഷനാണെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ആണെങ്കിലും ഒന്നും പറയാനില്ല, നോ വേർഡ്സ്. അടിപൊളിയാണ്. അത് മാത്രമല്ല കേട്ടോ, എല്ലാവരും ഭയങ്കര തിരക്കിലാണ്. അതുകൊണ്ട് ഒരാളുടെ കാര്യം അന്വേഷിക്കാനോ നോക്കാനോ പോലുള്ള സമയമില്ല. ഒരു കാര്യമില്ലാണ്ട് വെറുതെ കിടന്ന ആൾക്കാർ ഓടണ പോലെ നമുക്ക് തോന്നും. അത്രയും ബിസിയാണ് എല്ലാവരും. ഓരോ ലോക്കൽ ട്രെയിനും ഇറങ്ങാൻ മാറി കയറുക അങ്ങനെ വരെ ട്രാവൽ ചെയ്യുന്നവരുണ്ട് കേട്ടോ. ആൻഡ് അതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഭയങ്കര ചീപ്പാണ്. എക്സ്പെൻസീവേ അല്ല ഈ ഒരു ട്രെയിൻ ജേണി. അതേപോലെ തന്നെ ഒട്ടും ക്ഷീണം ഉണ്ടാവില്ല. പിന്നെ ഇവിടുത്തെ ബിൽഡിങ്ങുകളുണ്ടോ, ഇതെല്ലാം കണ്ടിന്യൂസ്ലി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ അവിടെ ആ ഒരു ഗ്രീൻ നെറ്റൊക്കെ ഇട്ടിട്ടില്ല, അവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ പാരലലി വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ആ ഒരു ബ്യൂട്ടി ഇല്ലേ, അത് മെയിൻറ്റെയിൻ ചെയ്ത് സൂപ്പറായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. ഇപ്പോൾ പാലസിൻ്റെ അണ്ടർഗ്രൗണ്ടാണോ? അപ്പോൾ ഇങ്ങനെ പോണ വഴിക്ക് താഴെ കുറേ ഷോപ്പിംഗ് ഏരിയാസ് കണ്ടു കേട്ടോ. നമ്മളിപ്പോൾ ഒന്നും നോക്കണില്ല. പുറത്ത് പോയിട്ട് വരുമ്പോൾ കട അടച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നോക്കാം. കാരണം രാവിലെ നമ്മുടെ ഉദ്ദേശം ഫിലിം കാണാമെന്നുള്ളതാണല്ലോ. അപ്പോൾ അങ്ങോട്ടുള്ള ഓട്ടപ്പാച്ചിലാണ്. എല്ലാവരും ഓടുന്ന പോലെ നമ്മൾ ഓടാമെന്ന് വിചാരിച്ചപ്പോൾ ഇത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ഞാനിവിടുത്തെ ബിറ്റ്സ് ആൻഡ് പീസസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. റേറ്റൊക്കെ എത്രയാണെന്നുള്ള അറിയില്ല. മേ ബി ബാർഗെയിൻ ചെയ്ത് നമുക്ക് വാങ്ങിക്കാൻ പറ്റുമായിരിക്കും. എന്തൊരു ഭംഗിയല്ലേ, ശരിക്കും വരച്ചു വെച്ച പോലെ ഉണ്ട് ഓരോ ബിൽഡിങ്ങുകളും. ശരിക്കും നമ്മൾ ഫോട്ടോസിലും പ്രിൻറ്റുകളിലൊക്കെ കാണുന്ന അതേ ഒരു ലുക്ക് തന്നെയാണ് കേട്ടോ. പക്ഷേ മെയിൻ്റനൻസ് നടക്കണ കാരണം ആ ഒരു ഫിനിഷിങ് കണ്ടോ, ഇവിടെയൊക്കെ മുകളിൽ നെറ്റൊക്കെ ഇട്ട് വെച്ചേക്കാം. അപ്പോൾ അതിൻ്റെ ഒരു മിസ്സിങ് ഉണ്ട്. പക്ഷെ എന്നാലും എന്ത് ഭംഗിയാണെന്ന് നോക്കുക. ആ ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിലും അടിപൊളി. അപ്പോൾ അതാ നമ്മൾ നടന്ന അവസാനം ഐനോക്സിൽ എത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ജസ്റ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഐനോക്സ് എത്തിയിന് നമുക്ക് എമ്പുരാൻ കാണാം. സൂപ്പർ എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ പോകുന്നത് ഫിലിമിന്. സോ നമ്മൾ വെള്ളം വാങ്ങിക്കാൻ വന്നു. 1/2 ലിറ്റർ വെള്ളത്തിന് 70 രൂപ. ആറ്റുനൂര് ദാഹിച്ച് 70 രൂപയ്ക്ക് 70 രൂപ കൊടുത്ത് വെള്ളം മേടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവരുടെ QR വർക്ക് ചെയ്യുന്നില്ല. അവർക്ക് ക്യാഷ് വേണ്ട. അവസാനം അത് വാങ്ങിയില്ല. എന്ത് തേങ്ങെങ്കിലും അവിടെ വെച്ചിട്ട് പോന്നു. എന്നാൽ 70 രൂപയ്ക്ക് 1/2 ലിറ്റർ വെള്ളത്തിന്. ആക്ച്വലി എനിക്ക് ഹൈലൈറ്റ് മാളിൽ ഇതുപോലെ ഒരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചെറിയ എമൗണ്ട് ഓഫ് ഇതിന് 40 ml മറ്റേ മിറിൻ്റെയും സ്പ്രൈറ്റും വാങ്ങിയിട്ട് ഭയങ്കര റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എല്ലാത്തിനും ഭയങ്കര റേറ്റ് ആട്ടോ. ഒരു സാധനം നമുക്ക് ഉള്ളിലേക്ക് കടത്താൻ സമ്മതിക്കില്ല. ഡബിൾ എക്സ്പെൻസീവ് എന്നല്ല, ട്രിപ്പിൾ എക്സ്പെൻസീവ് എന്ന് വേണ്ടി വരും.
എനിക്ക് പാടാൻ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫാൻ ഗേൾ ആയതുകൊണ്ട് മാത്രമല്ല, എനിക്ക് സ്റ്റോറി ബേസ് ആയിട്ട് നോക്കിയിട്ട്, അതായത് ജസ്റ്റ് ഒരു കഥ അല്ലെങ്കിൽ ഒരു ഫിലിം എന്നുള്ള രീതിയിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരാളും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരാളുടെ കളിക്കൂട്ടുകാരനാണ് തേജിൻ ചേട്ടൻ. അപ്പോൾ ആൾ അവിടെ വർക്ക് ചെയ്യുന്നത്, ആളും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. അയ്യോ, ദേ ഒരു ബസ്സിൻ്റെ മുകളിൽ വേറൊരു ബസ്, അത് ഡബിൾ ഡെക്കറാണ്. എനിക്കും അറിയാം, എനിക്ക് ആ ഒരു സീൻ ഓർമ്മ വരാം കേട്ടോ, നമ്മുടെ പട്ടണ സുന്ദരല്ലേ. അപ്പോൾ എന്തായാലും നമ്മളിതാ ഫുഡ് കഴിക്കാനുള്ള സ്ഥലത്തെത്തി. മലയാളത്തിൽ എഴുതി വെച്ചിട്ടുള്ളൊരു ഷോപ്പാണ്. ഷോർട്സിൽ കാണിച്ചു തരാം കേട്ടോ. നമ്മളിവിടുത്തെ ഒരു മലയാളി പബ്ലിക് റെസ്റ്റോറൻ്റാണ്. നമുക്ക് ഇവിടുത്തെ ഫുഡിൻ്റെ റിവ്യൂ ചെയ്യാം. നമ്മളിന്ന് മലയാളി കടയിലാണ്. അതാണ് ഒഴുകി കളിക്കുക. അവിടെ റിവ്യൂ വന്നു. ദാൽ ഫ്രൈ, ദാൽ കറി, സിമ്പിൾ ദാൽ ഫോട്ടോ എങ്ങനെയുണ്ട് നോക്കിയാ? നമ്മുടെ പള്ളിക്കരുതൊന്നുമല്ല. അയ്യോ, എന്റെ മുത്തൂടെ ഉണ്ടായിരുന്നോ? നീ തിന്ന് നോക്കട്ടെ. എടുത്തോ. അമ്പോ ഞാൻ ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത്, അത് നല്ലതായിരുന്നു കേട്ടോ. ഇവർ നെയ്ച്ചോറും പള്ളിക്കറിയും പറഞ്ഞു, അതൊരു ആവറേജ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാ നടക്കാൻ തുടങ്ങി. അപ്പോൾ ഇതാ നമ്മൾ പോകാൻ പോകുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാനാണ്. അപ്പോൾ ഇനി ബസ്സിൽ പോകാനുള്ള പ്ലാനാണ്. അങ്ങനെ നമ്മളിത് ആ ബസ് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കട്ടോ. അപ്പോൾ ഇനി നമ്മളുടെ യാത്ര ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാൻ വേണ്ടിയിട്ട്, അവിടുന്ന് പ്രാവിനെ പറത്തണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ പോണത്. എല്ലാ വീഡിയോസിലും ഇതൊക്കെ കാണാറുണ്ടല്ലോ. നമ്മളുടെ കേരള ഇതാണ് ഛത്രപതി ശിവജി മഹാരാജ വാസ്തു. ഇത് ഇവിടുത്തെ ഒരു മ്യൂസിയമാണ്. ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആണ്. അങ്ങനെ സിനിമയിലും ഫോട്ടോസിലും വീഡിയോസിലും മാത്രം കണ്ടിട്ടുള്ള ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കണ്ണുകൊണ്ട് കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. സൂപ്പർ എക്സൈറ്റഡ് അങ്ങനെയല്ല, ഭയങ്കര ഹാപ്പിയൊക്കെ കൂടുതൽ ചെറിയൊരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. കാരണം പണി നടക്കുന്ന കാരണം നമ്മൾ ആ ഒരു ഡ്രീം ചെയ്തൊരിതിനേക്കാളും ഒത്തിരി കുറവായി. പക്ഷെ എന്തായാലും കാണാൻ പറ്റിയതിൽ വെരി ഗ്രേറ്റ്ഫുൾ. അപ്പോൾ എന്തായാലും നമ്മളിവിടെ ബോട്ടിങ്ങിന് പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇവിടെ 2000 റുപ്പീസാണ് ഒരു ബോട്ടിൻ്റെ ചാർജ്. നമ്മളെവിടെയൊക്കെ പോണേ? പൂവിരിയണ നമ്മൾ ബോട്ടിൽ കയറാൻ പോവാണ്. ബോട്ടിൽ കയറാൻ പോവാണ്. ബോട്ടിൽ ബട്ട് സ്പീഡ് ബോട്ട് ആണോ? അങ്ങനെ നമ്മുടെ ബോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫോട്ടോസ് എടുക്കാനൊക്കെയുള്ള പ്ലാനിലും എങ്ങനെ എടുക്കണം അങ്ങനെ എടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തു. സ്പീഡ് ബോട്ട് എന്ന് പറഞ്ഞാൽ വലിയ സ്പീഡൊന്നും ഇല്ലെന്ന്. അയ്യോ, അത് മൊത്തത്തിൽ ആട്ടുണ്ട് നീങ്ങുന്നേ. സെൽഫിയാണ്
വരാനുള്ളതാ യൂട്യൂബിൽ വരാനുള്ളതാണേ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഭംഗിയൊന്നും ഈ ഒരു ബോട്ടിങ്ങിന് ഉണ്ടായെന്ന് ചോദിച്ചാൽ ഒരു നോർമൽ ആവറേജ് ബോട്ടിങ് എക്സ്പീരിയൻസ് അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഭയങ്കര എക്സൈറ്റിംഗ് പാർട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും തോന്നിയില്ല. ആ ഒരു സൺസെറ്റൊക്കെ കണ്ട് ആ ഒരു വൈബിൽ ബോട്ടിൽ ഇത്രയും പേരും കൂടെ വർത്താനൊക്കെ പറഞ്ഞ് ചില്ല് ചെയ്ത് വരുന്ന ആ ഒരു മൂഡുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. ഫ്രണ്ട് നോക്കിയിട്ടാ പോണെ. ഇനി നമ്മൾ മറൈൻ ഡ്രൈവ് കാണാൻ പോകട്ടെ ഇവിടുത്തെ. അപ്പോൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കണ്ടു കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഇറങ്ങി ബോട്ടിങ് കഴിഞ്ഞു നമ്മൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി പോകാൻ പോകുന്നത് നമ്മുടെ മറൈൻ ഡ്രൈവിലേക്കാണ്. ഇവിടെ വേണ്ടി നീ ഒന്ന് എടുക്കുന്നത് അവിടെ ഇങ്ങനെ ഒരു കുറ്റിയൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ പറഞ്ഞു തരണം. അയ്യോ പിന്നെ സൺസെറ്റ് ആവുന്നവരെ അവിടെ തന്നെ സ്പെൻഡ് ചെയ്യാനുള്ള പ്ലാനായിരുന്നു. കുറച്ച് നേരം കുട്ടികളുടെ കൂടെ ഇങ്ങനെ ഓടിക്കളിച്ച് ജസ്റ്റ് എൻജോയ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് അറ്റം വരെ കുറച്ച് ഒത്തിരി ദൂരം നടന്നു. പിന്നെ വീണ്ടും അവിടെ തന്നെ വന്നിരുന്ന സൺസെറ്റ് എൻജോയ് ചെയ്തു. സൺസെറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാണ്ട്. അപ്പം നമ്മളും കയറി ഡബിൾ ഡെക്കറിൽ. അപ്പം മുകളിൽ നിന്നുള്ള വ്യൂ ആട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ. നമ്മൾ ഡബിൾ ഡെക്കറിൻ്റെ ഫ്രണ്ടിൽ കയറിയിരുന്നു. ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ രാവിലെ കണ്ട ആ ഒരു പാലസ് ഇല്ലേ, അതിൻ്റെ ആ ഒരു വൈബ് നോക്ക്. എന്താ ലൈറ്റിങ്, എന്തൊരു ഭംഗിയാ നോക്കി. ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്കുള്ളൊരു ഷോപ്പായിരുന്നു ഇത്. വടാപാവിൻ്റെ മെയിനായിട്ടുള്ളൊരു ഏരിയ കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മളും വാങ്ങി ഒരു സെറ്റ് വടാപാവ്. ഒന്നല്ല 4 വാങ്ങി. അപ്പോൾ എന്തായാലും ഒരു ആവറേജ് അത്രേ ഉള്ളൂ. ഇവിടുത്തെ വടാപാവും അവിടുത്തെ വടാപാവും തമ്മിൽ എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയില്ല. എന്തായാലും നല്ല തിരക്കുണ്ടേ. അത് കഴിഞ്ഞ് ഞങ്ങൾ കരിമ്പൻ ജ്യൂസ് കുടിക്കാനാണ് പോയത്. എൻ്റെ പൊന്നെ, ഇതാണ് കരിമ്പ് ജ്യൂസ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നമ്മളിനി തിരിച്ചു പോവാണ്. അപ്പോൾ ടെൻചേട്ടൻ നവി മുംബൈയിലാണ് ആളങ്ങോട്ട് പോയി. ഞങ്ങൾ നേരെ നിവേദിച്ചിട്ടും സുജിത്തേട്ടൻ്റെയും ഫ്ലാറ്റിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ലോക്കൽ ട്രെയിൻ എടുത്ത് പിന്നെ ഓട്ടോയും വിളിച്ച് നമ്മൾ നേരെ അവരുടെ ഫ്ലാറ്റിലേക്ക് പോയി. അപ്പോൾ ബാക്കി വിശേഷം നാളെ കാണാം.